നമസ്കാരം. ബയോടെക് ഇന്ത്യയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സായി പൗർണമി. നമ്മളിപ്പോൾ തിരുവനന്തപുരം തിരുമല പ്ലാവിളയുള്ള അവിട്ടം തട്ടുകടയുടെ പാചകപ്പുരയിലാണുള്ളത്. ഇവിടെ 2.5 ഘനമീറ്റർ വലിപ്പമുള്ള ടർബോ മോഡൽ ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റ് ആണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. ടർബോ മോഡൽ ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റുകൾ വിവിധ വലിപ്പത്തിൽ ലഭ്യമാണ്. ഈ കാണുന്ന പ്ലാന്റ് 2.5 ഘനമീറ്റർ വലിപ്പമാണുള്ളത്. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ ബാക്കി ഭാഗം മണ്ണിനടിയിലാണ്. ഇതെന്തിനാണ് കുഴിച്ചു വച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ദിവസേനയുള്ള മാലിന്യ നിക്ഷേപണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സെൻട്രലൈസ്ഡ് ഫീഡിംഗ് പ്രൊവിഷനാണ്. കൊതുക് വളരാത്ത തരത്തിലുള്ള ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റുകളാണിവ. ഇവയ്ക്ക് 7 പ്രത്യേക സവിശേഷതകളാണുള്ളത്. ഹൈ പ്രഷർ ബയോഗ്യാസ് ആണ് ഇതിൽ നിന്ന് ലഭ്യമാകുന്നത്. മാത്രമല്ല ഫിക്സഡ് ഡോം പോർട്ടബിൾ മോഡലാണിത്. ഓട്ടോമാറ്റിക് സ്ലറി മിക്സിംഗ് സിസ്റ്റം, ഓട്ടോമാറ്റിക് പ്രഷർ റെഗുലേറ്റിംഗ് സിസ്റ്റം, ഒപ്പം സെൻട്രലൈസ്ഡ് ഫീഡിംഗ് പ്രൊവിഷൻ എന്നിവയാണ് ഇതിൻ്റെ സവിശേഷതകൾ. LPGക്ക് തുല്യമായി ഉയർന്ന മർദ്ദത്തിൽ ബയോഗ്യാസ് പാചകത്തിന് ലഭ്യമാവുന്നു എന്നതാണ് ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രധാന സവിശേഷത. ബയോടെക് ഇന്ത്യയുടെ പ്രിയ കസ്റ്റമറായ അവിട്ടം തട്ടുകടയുടെ ഉടമ സരിത ചേച്ചിയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. നമസ്കാരം ചേച്ചി. അപ്പോൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്? കുഴപ്പമില്ല. വേസ്റ്റ് എല്ലാം പോകും. കഞ്ഞിവെള്ളം, ഇറച്ചി കഴുകണ വെള്ളം, ഇറച്ചിയുടെ വേസ്റ്റ്, ചിക്കൻ കഴുകണ വെള്ളം എല്ലാം ഇതിനകത്ത് പോകും. അതൊരു വലിയ കാര്യമല്ലേ. വേസ്റ്റ് മൊത്തം മലക്കറി, അരിയുന്ന കട്ടീന എല്ലാം മൊത്തം ഇടാം. മൊത്തം വീട്ടിലുള്ള എല്ലാ വേസ്റ്റും, കടയ്ക്കുള്ള എല്ലാ വേസ്റ്റും ഇതിനകത്ത്. ഉള്ളിത്തോലി, മുട്ടത്തോല്, കരിയില, ഇതല്ലാതെ ബാക്കി പറഞ്ഞ എല്ലാ വേസ്റ്റും. അപ്പോൾ മാലിന്യ സംസ്കരണത്തിൽ സഹായിക്കുന്നുണ്ട്. വളരെ പുറത്തിടാൻ പറ്റാതെ എല്ലാം ഇതിനകത്ത് തന്നെ ഇടാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുൻപും ശേഷവും LPG ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? കുറവുണ്ട്. ഇത് വളരെ ഉപകാരമുണ്ട്. 2-3 മണിക്കൂർ ഇത് കത്തും. അപ്പോൾ അതിനനുസരിച്ച് ഗ്യാസിൻ്റെ എണ്ണം കുറയും. അപ്പോൾ എന്തൊക്കെ പലഹാരങ്ങൾ അല്ലെങ്കിൽ ആഹാരം വയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്? ചോറ് വയ്ക്കും, കറികളെല്ലാം വയ്ക്കും, എല്ലാം വയ്ക്കും. ഏകദേശം കടയ്ക്കുള്ളതും ചിക്കനും ബീഫും എല്ലാം വയ്ക്കും. ഇതിൽ നിന്ന് ബാക്കി വരുന്ന ഈ സ്ലറിയും ഡിസ്ചാർജ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗം? ഇത് പച്ചക്കറിയൊക്കെ വീഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കും, അല്ലെങ്കിൽ വെജിറ്റബിൾ എല്ലാം ഉണ്ട് അതിന് വേണ്ടി ഉപയോഗിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിതിൽ തന്നെ നമുക്ക് ഡിപ്പോസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലം ഇല്ലെങ്കിൽ തിരിച്ചിതിലോട്ട് തന്നെ വീഴ്ത്താൻ മതി. ഇപ്പോൾ വെള്ളമൊക്കെ തിളപ്പിക്കണമെങ്കിൽ എത്ര നേരം എടുക്കും? വെള്ളമെല്ലാം തിളപ്പിക്കണമെങ്കിൽ നമ്മൾ സാധാ ഗ്യാസ് പോലെ തന്നെ പവറെല്ലാം ഉണ്ട്. നല്ല ഫ്ലെയിം ഒക്കെ ഉണ്ട്. ഉണ്ട്. നമ്മൾ സാധാ ഗ്യാസ് കത്തിക്കണം അതേ തന്നെ. ഹോട്ടലിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് എത്രത്തോളമാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗപ്രദമായിട്ടുള്ളത്? നമുക്ക് അടുപ്പ് കത്തും കുറേ, പിന്നെ അതിന് ഗ്യാസ് ലാഭമുണ്ട്, പിന്നെ വേസ്റ്റുകളെല്ലാം ഇതിലോട്ട് ഉപയോഗിക്കും. അപ്പോൾ അതൊരു വലിയ നേട്ടമാണ്. വെളിയിൽ വെള്ളങ്ങളും വേസ്റ്റ് വെള്ളം ഒന്നും പോകില്ല. എല്ലാം ഇതിൽ തന്നെ 20 ലിറ്റർ വെള്ളം, വേസ്റ്റ് വേണം വെള്ളം വേണമെങ്കിൽ ഇതിൽ വീഴ്ത്താം. പിന്നെ പച്ചക്കറി വേസ്റ്റ് ഇതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി. ദിവസേന എത്ര കിലോ വേസ്റ്റ് ഉണ്ടാവും ഹോട്ടലിലൊക്കെ? 10-20 കിലോ വേസ്റ്റ് വെള്ളവും ഒരു 5 കിലോ 6 കിലോ വേസ്റ്റും 10-20 കിലോ 20 ലിറ്റർ വെള്ളവും കൂടെ വീഴ്ത്താതെ നോക്കാം. ഈ LPGയുടെയും ബയോഗ്യാസിനും തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് ഇത്. ഈ നിറത്തിലോ അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒന്നുമില്ല. നിറത്തിലോ എല്ലാം പവറുള്ള മണം അങ്ങനെ വേറെ ഒരു സ്മെല്ലോ വേറെ ഗ്യാസ് വെച്ചതിനെ പറ്റി ഒരു ഗെല്ലോ ഒന്നുമില്ല. അല്ല വേറെ ഒരു ഇതുമില്ല. നമ്മളെ ഗ്യാസ് പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതൊരു വേസ്റ്റ്, നമ്മളെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് നമുക്ക് ഇതിലോട്ട് തന്നെ വീഴ്ത്താം. വേറെ ഒന്നിലോട്ടും പുറത്തോട്ടോ ഒന്നും പോകത്തില്ല. അത് വലിയൊരു നേട്ടമല്ലേ. വെളിയിലോട്ടോ വെയിലത്തോട്ടോ അപ്പുറത്തോ വെള്ളയിലോട്ടോ ഒന്നും എടുത്ത് വീഴ്ത്തണ്ട. അപ്പോൾ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്തും പിന്നീട് മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു ബയോടെക്കിലെ സ്റ്റാഫുകൾ? അവരെല്ലാം നല്ല ഇതാണ്, വരും അന്വേഷിക്കും, എല്ലാ കാര്യങ്ങൾക്കും നല്ല ഇതാണ്, സർവീസും എല്ലാം നല്ലതാണ്. അപ്പോൾ ചേച്ചി ഹാപ്പിയാണ്? പിന്നെന്ത്.
ബയോടെക് റിന്യൂവബിൾ എനർജി വികസിപ്പിച്ചെടുത്ത ജൈവ മാലിന്യ സംസ്കരണ ഉപാധിയായ ടർബോ മോഡൽ ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റിന് സംസ്ഥാന ശുചിത്വ മിഷൻ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ടർബോ മോഡൽ ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റുകൾ വീടുകളിലും പഞ്ചായത്ത് ഓഫീസുകൾ, അംഗനവാടികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങി എല്ലാവിധ സ്ഥാപനങ്ങളിലും സ്ഥാപിക്കാൻ ഒരുപോലെ അനുയോജ്യമാണ്. ടർബോ മോഡൽ ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവ മാലിന്യ സംസ്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിവരം ബയോടെക്കിനെ അറിയിച്ചാൽ ഞങ്ങളുടെ സാങ്കേതിക വിദഗ്ധർ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ്.